പെരുന്നാളിന്റെ ബിരിയാണി ഇല്ലാത്തത് ചിന്തിക്കാനേ പറ്റൂല കേട്ടോ. ഞങ്ങൾ എല്ലാരും പ്രൊമോഷൻ വർക്കിന് വന്നത്. ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവും കിട്ടിയിട്ടോ. ലീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് എന്തായാലും ബിരിയാണി കഴിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഒരു കട പോലും തുറക്കൂല. നല്ല ബിരിയാണി കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളെ ഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കുള്ള ബിരിയാണി ഉണ്ടാക്കി തരാന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ ആള് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ അന്ന് നല്ല ബിരിയാണി കിട്ടൂലോ എന്നുള്ള സങ്കടം അങ്ങ് മാറി കിട്ടി. രാവിലെ നല്ലോണം ഫുഡും കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു കട പോലും തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് നല്ലോണം ബിരിയാണി കഴിക്കാന്നുള്ള പ്രതീക്ഷയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. പ്രതീക്ഷ എന്തായാലും തെറ്റിയിട്ടില്ല. കറക്റ്റ് സമയത്തിന് ബിരിയാണി വന്നിട്ടുണ്ട്. ഇനി അത് എല്ലാവർക്കും കൂടി കഴിക്കാന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിച്ചപ്പോ പിന്നെ ഒന്നുകൂടെ സെറ്റായി. പെരുന്നാൾ ബിരിയാണി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഇന്നത്തെ കേട്ടോ. അതും പെരുന്നാൾ ദിവസം. ഞങ്ങളാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് അങ്ങനെ ഓരോരോ ഭാഗത്ത് നിന്ന് വന്നവരാട്ടോ. ഇതാണെങ്കിൽ കണ്ണൂർ ഇരിട്ടി ഭാഗം. പലരെയും പരിചയപ്പെടുന്നത് ഇവിടെ വന്നിട്ടാണ്. അത് മാത്രമല്ല, വർക്ക് തുടങ്ങിയിട്ട് 5 ദിവസമായിട്ടുണ്ടെങ്കിലും ഇന്നാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്.